ഹലോ, അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുടെ വീട്ടിലത്തെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്താണെന്ന്. ഞങ്ങളിവിടെ ഉമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്, പാങ്ങെന്ന് പറയും. ഞങ്ങൾ ഇവിടെ തന്നെ ഒരു മലയിൽ ഫാം ഹൗസ് എന്ന് പറയും, അങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഒരു ചെറിയ ഒരു റിസോർട്ട് സെറ്റപ്പ് സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ സ്റ്റേ ചെയ്യണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റേ ചെയ്യുന്നില്ല. കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ ഇന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. വീട്ടിൽ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലെല്ലാവരും കൂടി കൂടാറുണ്ട് കേട്ടോ. ഉമ്മയുടെ വീട്ടിൽ എൻ്റെ ഉമ്മയുടെ ഉമ്മക്ക് 18 മക്കളാണ്. അതിൽ ഇപ്പോൾ 14 ആൾക്കാരെ ജീവിച്ചിരിപ്പുള്ളൂ. അങ്ങനെ എൻ്റെ വല്യമ്മ മരിച്ചു പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര രസമാണ്. ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഞങ്ങളെ വീട്ടിൽ ആഘോഷം പോലെയാണ്. ഉമ്മയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും നല്ല ജോലി ടൈപ്പ് ആളുകളാണ്. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാണ് ഉമ്മയുടെ വീട്ടിലൊക്കെ എപ്പോഴും നിൽക്കാൻ പോകുമ്പോഴാണെങ്കിലും. നമ്മളവിടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ മതി, പുറത്തുനിന്ന് ഒരാൾ ആവശ്യമില്ല, അത്രയ്ക്ക് രസമാണ്. ഓക്കെ, ലെറ്റ് മീ ട്രൈ ഫസ്റ്റ്. വർഷത്തിലൊക്കെ ഒരു തവണ ഇതുപോലെ നമ്മൾ പുറത്തൊക്കെ കൂടുന്നതും അതൊരു രസമാണല്ലോ. ഇങ്ങനെ പോകുന്ന ഞാൻ ലാസ്റ്റ് ഇയർ ഇവരിതുപോലെ കൂടിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ചിട്ട്. പക്ഷെ ഞാൻ വന്ന് ഈ സമയം വെച്ചിട്ട് അവർ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടോ. അത് പെട്ടെന്നുണ്ടായൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെയുള്ള എൻ്റെ മാമനും എൻ്റെ മുത്തപ്പ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്ന്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടിച്ചു പൊളിച്ച് പോകാമെന്ന് വിചാരിച്ചു. സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു ഇവിടെ വന്നപ്പോൾ തോന്നി കേട്ടോ. നീയാണോ ടാനി? വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ലാസ്റ്റ് ടൈം ഇവിടെ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കുട്ടികൾക്ക് പറ്റിയ ഭയങ്കരമായിട്ട് അവർ അങ്ങനെ ഇതുപോലെ പാർക്ക് സെറ്റപ്പൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവർ കുറച്ച് സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ ചെറിയൊരു മിനി സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെ നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മൾ കുറച്ച് ദൂരമൊന്നും പോകണ്ടല്ലോ, നമ്മളെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇതന്നെയല്ലേ നല്ലത്. അങ്ങനെ വിചാരിച്ച് വന്നതാണേ. എനിക്ക് കുറേ കസിൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നാട്ടിലുള്ളത് ഇത്ര പേരേ ഉള്ളൂ, ഇനിയും കുറച്ച് പേരുണ്ട്. പക്ഷെ എല്ലാവരും പുറത്താണ്, അബ്രോഡാണ്. അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് ഇത്തവണ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഉള്ളവർ വെച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ പുറത്ത് കൂടി ജസ്റ്റ് ഒന്ന് കൂടാമെന്ന് വിചാരിച്ചിറങ്ങിയാണേ. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ മിണ്ടാതിരുന്നിട്ട് ഇവിടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഷുവർ. സ്ഥലം എന്ന് പറഞ്ഞാൽ ഫ്രീ ഐസ്ക്രീം ഉണ്ടെന്ന് കേട്ടോ. ഞാനിതാ ഐസ്ക്രീം വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ലോണം അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ട്. നാട്ടിൽ വന്നപ്പോൾ അവൻ നാട്ടിലെ കുട്ടികളെ പോലെ ആ ഒരു വൈബിക്ക് വന്നിട്ടുണ്ട്. ഇവനിപ്പോൾ പിടിച്ചാൽ കിട്ടുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാനൊന്നും ടൈമില്ല കേട്ടോ. ഇവന് പുറകെ ഓടാനേ സമയമുള്ളൂ. ഇന്നെന്തായാലും കസിൻസൊക്കെ കുറേ പേരുള്ളതുകൊണ്ട് എനിക്ക് ടാനിനെ നോക്കേണ്ട കഷ്ടപ്പാടുണ്ടായിട്ടില്ല. ഞാൻ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 2 കണ്ണും അവൻ്റെ മേലിലാണ്. കാരണം ഇവനിവിടെ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ അറിയില്ല അവന്. അപ്പോൾ അവനിങ്ങനെ ഓടി നടക്കണം. അപ്പോൾ നമ്മൾ പുറകെ അവിടെ എന്തെങ്കിലും ആക്സിഡൻറ്റ് അവൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞങ്ങളിവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വെക്കേഷനൊക്കെ ഇനി തീർന്നു തുടങ്ങി. അടുത്ത മാസം എൻ്റെ കസിൻ്റെ കല്യാണമാണ്. എനിക്ക് അതൊന്നും കൂടാൻ പറ്റില്ല കേട്ടോ. എൻ്റെ വെക്കേഷൻ കഴിഞ്ഞു, ഞാൻ പോവാറായിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.